ഹലോ ഗൈസ്, ഇന്നിങ്ങനെ ഇരുന്നപ്പോൾ ആകെ ഒരു മൂഡ് ഓഫ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു മൂഡ് ഓഫ്. ഇന്ന് എനിക്കൊരു പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. ആ പ്ലാനിങ് എല്ലാം ചീറ്റി. അപ്പോൾ അത് ചീറ്റിയപ്പം ചെറിയൊരു മൂഡ് ഓഫ്. ഒന്ന് സഹകരണ മനോഭാവമുള്ള ആരും കൂടെ ഇല്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രയാസം. നമ്മൾ പ്ലാൻ ചെയ്യുമ്പം അതിനൊത്ത പ്ലാനിങ്ങിൽ അവരും മുൻകിട്ടി അവർക്ക് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു കാഴ്ചപ്പാട്. ഏതായാലും ആകപ്പാടെ മൂഡ് ഓഫായി. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പിന്നെ റൂമിൽ പോകണം. അപ്പോൾ എനിക്ക് റൂമിൽ പോയാൽ പിന്നെ ഉറങ്ങിയിട്ടുള്ളൊരു ശീലമില്ല. രാത്രി ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങുള്ളൂ. അപ്പോൾ എന്താക്കി, വെറുതെ ഇങ്ങനെ വെച്ചടിച്ച് നടന്ന് നീങ്ങി. ഇവിടെ ഒരു പബ്ലിക് പാർക്കുണ്ട്. ഇപ്പം പക്ഷേ ആരുമില്ല. കാലാവസ്ഥ നല്ല കാലാവസ്ഥ കേട്ടോ. നല്ല സ്പ്രെഡായിട്ടുള്ളൊരു മഴ ഇങ്ങനെ വരുന്നുണ്ട്. ചാറ്റൽ മഴ എന്ന് പറഞ്ഞുകൂടാ, വളരെ നേരിയ തോത്, എന്നാൽ നല്ല സുഖമുണ്ട്. നല്ല തണുത്ത കാലാവസ്ഥയും. പിന്നെ പാർക്ക്, നല്ല അടിപൊളി പാർക്ക്, വളരെ വിശാലമായ വിജനമായൊരു പാർക്ക്. പിന്നെ അങ്ങ് അവിടെ ഒരു ടീഷർട്ട്, അതൊരു ബ്ലോഗർ തന്നെയാണെന്ന് തോന്നുന്നു. മൂപ്പര് എന്തെല്ലാം കാട്ടിക്കൂട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇങ്ങനെ വന്ന് പാർക്കിൻ്റെ നല്ലൊരു ആംബിയൻസ് ഇവിടെ. അപ്പോൾ ആ ഒരു മനസ്സിലുണ്ടായിരുന്നൊരു പ്രയാസം, ചടപ്പ്, ബുദ്ധിമുട്ട് എന്നൊക്കെ പറയുമല്ലോ, അത് തൽക്കാലം ശമനം കിട്ടിയ പോലെ. പിന്നെ മരങ്ങളൊക്കെ വെച്ച് നല്ല സെറ്റായിട്ടുള്ളൊരു പാർക്ക്, നടപ്പാത ഉണ്ട്. പിന്നെ അവിടെ എക്സർസൈസിനുള്ള വ്യായാമത്തിനുള്ള സാമഗ്രികളൊക്കെ ഉണ്ട്. പിന്നെ വോളിബോൾ, ബാസ്ക്കറ്റ് ബോൾ കളിക്കാനുള്ളതുണ്ട്, കോർട്ടുണ്ട്. പിന്നെ നിസ്കരിക്കാനുള്ള പള്ളിയാണ് ആ കാണുന്നത്, അത് പള്ളിയുടെയാണ് കാണുന്നത്. പിന്നെ അങ്ങനെ അങ്ങറ്റം വരെ ഉണ്ട്. ഞാനൊരു സെൻറ്ററിൻ്റെ ഒരു ഭാഗത്ത്, ഇതൊരു സെൻറ്ററിലെ ഒരു ഭാഗത്തായിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഒരുപാട് നടക്കാനിപ്പം തൽക്കാലം വയ്യ. ഇതേമാതിരി പയ്യന്മാരൊക്കെ സൈക്ലിങ്ങും കാര്യങ്ങളും അതുകൊണ്ട് ഈവനിങ് വാക്കിന് കണ്ടമാനം ആളുണ്ടാവും ഇവിടെ. ഈവനിങ്ങിൽ കണ്ടമാനം ആളുകൾ വന്നിട്ട് ഉല്ലാസ യാത്ര എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റിന് വരുന്ന ആൾക്കാർ കണ്ടമാനമുണ്ട് ഇവിടെ. ഫാമിലി ആയിട്ടും ബാച്ചിലറായിട്ടും എല്ലാം, അധികം ഫാമിലിയാണ് ഉണ്ടാവുക. അതിൽ സ്വദേശികളും വിദേശികളുമായിട്ട് ഒരുപാട് ആളുകൾ വരും. പിന്നെ വ്യാഴാഴ്ച വെള്ളിയാഴ്ച വൻപൻ തിരക്കായിരിക്കും. പിന്നെ പക്ഷികളുടെ കളകള ശബ്ദം, തത്തകളിങ്ങനെ, തത്തകളാണ് പറഞ്ഞത്, പച്ചത്തത്ത. അപ്പോൾ ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ നല്ല രസമാണ് സംഭവം. നല്ലൊരു അറ്റ്മോസ്ഫിയർ. അത് ബാസ്ക്കറ്റ് ബോളിൻ്റെ കോർട്ട്, അടിപൊളി ഒരു വ്യൂ, ആംബിയൻസ് എന്ന് തന്നെ പറയാം. പക്ഷേ ഇപ്പോൾ ആരും ഇല്ല, വിജനമായതായതുകൊണ്ട് ധൈര്യമായി ഷൂട്ട് ചെയ്യുക. പിന്നെ ഫാമിലിയും ലേഡീസും കുട്ടികളുള്ള സമയത്ത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അവർ ചിലപ്പോൾ പ്രശ്നമാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ നേരം ഫ്രീ ടൈമിലെന്ന് വെച്ചാൽ ഇങ്ങനെ വന്നത്. എന്ത് ഭംഗിയുണ്ട് കണ്ടോ, മരങ്ങളൊക്കെ ഇടതൂർന്ന് നിൽക്കുന്ന വൃക്ഷ ശിഖരങ്ങളും നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല പച്ചപ്പുള്ളൊരു ബസ്. ഇനി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മഴ ഇങ്ങനെ ഒരു 2-3 ആഴ്ച മഴ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒമാനിലെ സലാലയിലെ വീഥികളെല്ലാം എന്ത് പോവും, ഇത് പിന്നെ ഉണ്ടാക്കിയ പുല്ലാന്ന് വിചാരിക്കുക. ഇതുപോലെ പച്ചപ്പായിരിക്കും ഒമാനിലെ എല്ലാ റോഡ് സൈഡുകളും, മലപ്രദേശങ്ങളും, കുന്നിൻ ചെരുവുകളെല്ലാം ഇതുപോലെ പച്ചപ്പായിട്ട് വരും. ഏകദേശം ഒരു 2 ആഴ്ചയോടെയും കഴിഞ്ഞാൽ. കാരണം ഈ മഴ ഇങ്ങനെ സ്പ്രേ മഴ ഉണ്ടല്ലോ, ഇതിങ്ങനെ വീണിട്ട് അടിപൊളിയിൽ വരും. അങ്ങനെ വലിയ എന്തോ ഒരു ബിൽഡിംഗ് ഉണ്ടാടാ, അതെന്താണെന്നുള്ള എനിക്കറിഞ്ഞൂടാ. പള്ളി എന്തെങ്കിലും കൊട്ടാരം പോലെ കാണുന്നുണ്ട്, ഹോട്ടലാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു മൂഡ് ഓഫ് ഞാൻ തൽക്കാലം ഈ വീഡിയോയിലൂടെ അങ്ങനെ ആക്കി. അപ്പോൾ പറ്റുമെങ്കിൽ എല്ലാവരും കാണുക. ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കരുത്. എല്ലാവരും വീഡിയോ കാണുക. പ്രത്യേകിച്ചൊന്നും ഇതിൽ കാണാനില്ല, പക്ഷേ ഈ ഒരു ഭംഗി മാത്രം ഞാൻ നിങ്ങളെ കാണിച്ചു മാത്രം. അപ്പോൾ ഇതിലും ഭംഗിയുള്ള പാർക്കുകൾ, ധാരാളം സ്ഥലങ്ങൾ ഒരുപാട് ആളുകൾ കണ്ടവരുണ്ടാവാം. അപ്പോൾ അടുത്തത് വേറെ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് നല്ലൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് വിടും. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രത്യാശിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയ്ക്ക് തൽക്കാലം ഞാൻ വിരാമമിടുന്നു. അപ്പോൾ ഓക്കെ ഗൈസ്, ഗുഡ് ബൈ.